നമസ്കാരം. കാന്താര സിനിമയുടെ രണ്ടാം ഭാഗം ചിത്രീകരണം പൂർത്തിയായി എന്നതാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. 3 വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിനാണ് കഴിഞ്ഞ ദിവസം അവസാനമായത്. ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ട കഥയുടെ മുൻപ് നടന്ന സംഭവങ്ങളാകും കാന്താരയുടെ തുടർച്ചയിൽ കാണാൻ കഴിയുക. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്നാണ് രണ്ടാം ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകോലം കിട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട്. ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഋഷഭ് ഷെട്ടിയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധ് മഹേഷ്, ഷാനിൽ ഗുരു എന്നിവരാണ് സഹ എഴുത്തുകാർ. കാന്താര രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട് മുൻപ് പുറത്തുവിട്ട അനൗൺസ്മെന്റ് പോസ്റ്ററും ടീസറും അടക്കമുള്ളവ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരിടവേളയ്ക്കു ശേഷം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1ന്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. കയ്യിൽ മഴുവും പരിചയുമായി രൗദ്രഭാവത്തിലുള്ള ഋഷഭ് ഷെട്ടിയെ പോസ്റ്ററിൽ കാണാനാകും. സിനിമ ഒക്ടോബർ 2-ന് ലോകമെമ്പാടുമായി റിലീസ് ചെയ്യുമെന്നും പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട്. മുൻ അപ്ഡേറ്റുകളെ പോലെ തന്നെ ഈ പോസ്റ്റും സിനിമാ പ്രേക്ഷകരിൽ വലിയ ആവേശവും കാത്തിരിപ്പും ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മേക്കിംഗ് വീഡിയോയും പുറത്തു വന്നതോടെ സിനിമയുടെ ആരാധകർ ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഋഷഭ് ഷെട്ടിയുടെ വോയിസ് ഓവറോട് കൂടിയാണ് മേക്കിംഗ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ മണ്ണിന്റെ കഥ ഈ ലോകത്തോടായി പറയണമെന്നത്. നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വിശ്വാസങ്ങൾ. ഞാനത് സാക്ഷാത്കരിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആയിരങ്ങൾ എന്റെ കൂടെ കൈകോർത്തു. 3 വർഷങ്ങളായുള്ള പരിശ്രമം, 250 ചിത്രീകരണ ദിനങ്ങൾ. എത്ര കഷ്ടപ്പെട്ടുവെങ്കിലും ഞാൻ വിശ്വസിച്ച ദൈവം എന്നെ കൈവിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മേക്കിംഗ് വീഡിയോയിൽ വരാൻ പോകുന്ന സിനിമ എത്രമാത്രം ഗംഭീരമാകുമെന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ നിന്നും വിഭിന്നമായി വൻ ക്യാൻവാസിലാണ് കാന്താര ചാപ്റ്റർ 1 ഒരുക്കുന്നത്. 500 ഫൈറ്റർമാർ അണിനിരക്കുന്ന യുദ്ധരംഗവും സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരും ഒന്നിച്ചു ചേരും. KGF എന്ന സിനിമയോട് കൂടിയാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രി രാജ്യമൊട്ടുക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് കാന്താരയും കന്നഡ സിനിമാ ലോകത്തെ രാജ്യത്തിന്റെ ശ്രദ്ധയിലെത്തിച്ചു. കന്നഡയിൽ മാത്രം ആദ്യം പ്രദർശനത്തിനെത്തിയ ചിത്രം പിന്നീട് മലയാളം അടക്കമുള്ള ഭാഷകളിൽ റിലീസ് ചെയ്ത് കൂടുതൽ പേരിലേക്കെത്തി. അതിനാൽ തന്നെ കാന്താരയുടെ രണ്ടാം ഭാഗവും രാജ്യമൊട്ടാകെയുള്ള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഒരു നാടോടി കഥയിൽ തുടങ്ങി കൃത്യവും വ്യക്തവുമായ അടിസ്ഥാനവർഗ രാഷ്ട്രീയമാണ് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ 2022 സെപ്റ്റംബർ 30-ന് പുറത്തിറങ്ങിയ കാന്താര മുന്നോട്ട് വച്ചത്. 3 കാലഘട്ടങ്ങളിലായി നീണ്ടുകിടക്കുന്ന കാന്താരയുടെ യാത്ര തുടങ്ങുന്നത് ഒരു മുത്തശ്ശി കഥയിലൂടെയാണ്. സന്തോഷവും സമാധാനവും തേടിയിറങ്ങുന്ന ഒരു രാജാവിന്റെ കഥയാണത്. രാജാവിന്റെ അന്വേഷണം എത്തുന്നത് കാട്ടിലാണ്. അവിടെ അദ്ദേഹം തന്റെ സന്തോഷത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നു. കാടിന്റെ മക്കളുടെ കൽദൈവത്തിന്റെ രൂപത്തിൽ. തനിക്കൊപ്പം വരണമെന്ന രാജാവിന്റെ ആവശ്യം ദൈവം അംഗീകരിക്കുന്നത് ഒരു ഉടമ്പടിക്ക് പുറത്താണ്. രാജാവിനൊപ്പം കാടിറങ്ങുന്നതിന് പകരമായി തന്റെ പ്രജകൾക്ക് ഭൂമി നൽകി സംരക്ഷിക്കണം. ഉടമ്പടി സമ്മതിച്ചതോടെ രാജാവിനൊപ്പം ദൈവം കാടിറങ്ങി. ഒപ്പം കാടറിഞ്ഞ കാടിന്റെ മക്കളും. അവിടെ നിന്ന് കാന്താരയുടെ കഥ വികസിക്കുകയാണ്. മണ്ണ് മുറുകെ പിടിക്കാൻ ഒരു ജനത നടത്തുന്ന പോരാട്ടവും അടിസ്ഥാന വർഗത്തിനുമേൽ അധികാരവർഗത്തിന്റെ കടന്നുകയറ്റവും അടിച്ചമർത്തലുമൊക്കെ കാന്താരയിൽ കാണാനാകും. ഉത്തര കേരളത്തിന്റെ തെയ്യവും കർണാടകയുടെ ദൈവക്കോലവും ഇഴചേർന്ന തുളുനാടൻ സംസ്കാര മുദ്രയാണ് കാന്താരയുടെ കാതൽ. തീരദേശ കർണാടകയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ മിത്തിന്റെ ചായം പൂശി കാന്താര അവതരിപ്പിക്കുന്നു. കേരളത്തിന്റെ തനത് രൂപമായ തെയ്യത്തിന്റെ മനോഹാരിത കാന്താര പകർത്തിയതുപോലെ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. നിഗൂഢമായ വനമെന്നാണ് കാന്താര എന്ന വാക്കിന്റെ അർത്ഥം. കാട് ജീവവായുവായൊരു ജനതയുടെ കാടുമായി ചേർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവിക സങ്കല്പങ്ങളും ചേർത്ത് നിർത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് കാന്താര. കഥയിൽ പുതുമയേറെ അവകാശപ്പെടാനാകില്ലെങ്കിലും കഥ പറഞ്ഞ രീതിയും മേക്കിങ്ങുമാണ് കാന്താരയെ വേറിട്ട് നിർത്തുന്നത്. ഋഷഭ് ഷെട്ടിയിലെ ഫിലിം മേക്കറുടെ ദൃശ്യകാന്തി കാന്താരയിലൂടെ ഉയരങ്ങളിലേക്കെത്തുന്നു. അതിമനോഹരമായാണ് കാന്താരയിലെ ഓരോ ഫ്രെയിമും ഒരുക്കിയിട്ടുള്ളത്. ക്ലൈമാക്സ് അടുക്കുന്നതോടെ പ്രേക്ഷകർ കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് എറിയപ്പെടുന്നു. അരവിന്ദ് കശ്യപിന്റെ സിനിമോട്ടോഗ്രാഫി പ്രത്യേക കയ്യടി നേടിയിരുന്നു. ആ മാന്ത്രികതയുടെ പരമോന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ അജനീഷ് ലോക്നാഥിന്റെ പശ്ചാത്തല സംഗീതത്തിനും വലിയ പങ്കുണ്ട്. കാന്താരയുടെ മായിക വലയത്തിലേക്ക് പ്രേക്ഷകനെ വലിച്ചിട്ടത് ഋഷഭ് ഷെട്ടി എന്ന കഥാകൃത്തിന്റെ സംവിധായകന്റെ അഭിനേതാവിന്റെ വിജയമാണ്. ശിവ എന്ന ധിക്കാരിയായ ഉത്തരവാദിത്വമില്ലാത്ത യുവാവിൽ നിന്ന് ദൈവക്കോലമായുള്ള പകർനാട്ടം ഒറ്റവാക്കിൽ പറഞ്ഞൊതുക്കാനാകില്ല. ആദ്യ ഭാഗത്തിലെന്ന പോലെ കാന്താരയുടെ രണ്ടാം ഭാഗത്തിലും മനുഷ്യാതീത ശക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ സിനിമയിലുണ്ടാകും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തുടർച്ചയായി സംഭവിച്ച അപകടങ്ങളും മരണങ്ങളും വലിയ വാർത്തയായിരുന്നു. സൗബർണിക നദിയിൽ കുളിക്കാൻ പോയ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ മുങ്ങി മരിക്കുന്നു.
കന്നഡയിലെ ഒരു ഹാസ്യതാരം ഹൃദയാഘാതം മൂലം മരിക്കുന്നു. മൂന്നാമത് മരിച്ച മലയാളിക്കും ഹൃദയസ്തംഭനമായിരുന്നു. അതിനു മുമ്പും അപകട പരമ്പരകളുടെ കുത്തൊഴുക്ക് നടന്നു. 20 പേർ സഞ്ചരിച്ചൊരു വാൻ അപകടത്തിൽപ്പെടുന്നു. നായകൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിയുന്നു. അതിനിടയിൽ ഷൂട്ട് നടക്കുന്ന ഗ്രാമവാസികളും സിനിമാ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നു. 3 മരണങ്ങൾക്കൊപ്പം നിരവധി അപകടങ്ങളും സംഘർഷങ്ങളും. ഏറ്റവും ഒടുവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കെ ബോട്ട് മറിഞ്ഞ് നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളും സാങ്കേതിക വിദഗ്ധരും ക്യാമറകളും അടക്കം വെള്ളത്തിലായി. നദിയിൽ ആഴം കുറഞ്ഞതുകൊണ്ട് മാത്രം ആളഭയമുണ്ടാകാതെ രക്ഷപ്പെട്ടു. സിനിമയുടെ ചിത്രീകരണം നിർത്തിവയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ. ചലച്ചിത്ര വ്യവസായത്തിലും സിനിമാസ്വാദകരിലും ഇത്തരം വാർത്തകൾ ഏറെ ഭീതി ജനിപ്പിച്ചിരുന്നു. എന്തായിരിക്കാം ഇത്തരം സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ യുക്തിയെന്നാണ് എല്ലാവരും ആലോചിച്ചത്. കാരണം അന്ധവിശ്വാസങ്ങളുടെ മേഖലയായ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് ഇവർ വിശ്വസിക്കുന്നു. മനുഷ്യാതീതമായ ഏതെങ്കിലും ശക്തികളുടെ പ്രതിപ്രവർത്തനങ്ങൾ ഇതിനെല്ലാം പിന്നിലുണ്ടോ എന്ന് പരസ്യമായും രഹസ്യമായും ചോദിച്ച സിനിമാക്കാരുണ്ട്. ജ്യോത്സ്യന്മാർ പറഞ്ഞതനുസരിച്ച് സിനിമയ്ക്ക് പേരിടാനും നടനെയും സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും തീരുമാനിക്കാനും റിലീസിംഗ് തീയതി തീരുമാനിക്കാനും നടക്കുന്ന സിനിമാക്കാർക്ക് ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചല്ലേ പറ്റൂ.